Hello guys, I am Siddharth Srinivas. You are watching Sid Navigates. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മർച്ചന്റ് നേവിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാമിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഈ 12th കഴിഞ്ഞ കാഡറ്റ്സിൽ മർച്ചന്റ് നേവി ജോയിൻ ചെയ്യണമെങ്കിൽ സ്പോൺസർഷിപ്പ് എടുക്കണം, പിന്നെ കോളേജിൻ്റെ എക്സാംസ് ഉണ്ട്. പക്ഷേ അതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാം ഉണ്ട്. അതാണ് IMUCT. ഇത് ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ IMU കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മർച്ചന്റ് നേവിയിൽ ഏതൊരു കോഴ്സിന് ചേരണമെങ്കിലും ഏതൊരു കോളേജിൽ നിങ്ങൾക്ക് ചേരണമെങ്കിലും IMUCT മസ്റ്റായി ക്രാക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് IMUCTയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഇത് ഈ എക്സാം കൊണ്ട് ഏതൊക്കെ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, പിന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പറയണത് ഇതൊരു ബേസിക് കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയല്ലോ, IMUCT എന്ന് വെച്ചാൽ ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അത് അത്ര വലിയ ടഫ് ലെവലല്ല. പക്ഷേ ഇതിൽ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ്, അത് മെയിനായിട്ട് നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ചിലവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ IMUCTയുടെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത്തിരി ഈസി ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ JEEന്റെ ലെവലിൽ എന്ന് വെച്ചാൽ അത് എത്രത്തോളം ടഫാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ലെവലിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു JEEയിൽ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ആ ഒരു ലെവലൊക്കെയാണ് ഈ IMUCTയിൽ ചോദിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ JEEന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കാരണം വെച്ചാൽ അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ വരെ നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് ആയിരുന്നു IMUCTയിൽ. ബട്ട് അത് ലാസ്റ്റ് മാർച്ചത്തെ IMUCTക്ക് തന്നെ ചില സെന്റേഴ്സിൽ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് കയറ്റി, ചിലതിൽ കയറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ആയി. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോണ IMUCTക്കും കാൽക്കുലേറ്റർ ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം വെച്ചാൽ അവർ അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കും. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചെറിയ മോഡൽ കാൽക്കുലേറ്റേഴ്സ് കിട്ടും, എന്ന് വെച്ചാൽ സയന്റിഫിക് മോഡൽ അല്ലാതെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഈ എക്സാം നടക്കുന്നത് ഇപ്പോൾ ഇയർലി ട്വൈസ് ആയിട്ട് നടക്കും. അപ്പോൾ ആദ്യം നടക്കേണ്ടത് ഫെബ്രുവരി ബാച്ചിനാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് നടക്കേണ്ടത് ഓഗസ്റ്റ് ബാച്ചിന്. അപ്പോൾ ഫെബ്രുവരി ബാച്ചിന് എക്സാം നടക്കുക ഒരു ജാനുവരി അല്ലെങ്കിൽ ഡിസംബർ ടൈമിലാവും. അതുപോലെ തന്നെ ഈ ജൂൺ ജൂലൈ ടൈമിൽ ഒക്കെയാണ് നമ്മുടെ ഓഗസ്റ്റ് ബാച്ചിനിലെ IMUCT നടക്കാറ്. ബട്ട് ഇപ്പോൾ ലാസ്റ്റ് ടൈം തന്നെ കൊറോണ ആയതുകൊണ്ട് തന്നെ അവർക്ക് എക്സാം നടക്കാൻ പറ്റാനായിട്ട് അവർ നമ്മുടെ PCM മാർക്സ് വെച്ചിട്ടാണ് അവർ റാങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പം ഇനി വരാൻ പോകുന്ന ഫെബ്രുവരി ബാച്ചിലും സ്പോൺസർഷിപ്പ് ഇല്ലവർക്ക് മാത്രമാണ് IMUCT എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ എക്സാം നടക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഓഗസ്റ്റ് ബാച്ചിന് IMUCT ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു മാർച്ച് അല്ലെങ്കിൽ ജൂൺ ആ ടൈമിലാവും എക്സാം മിക്കവാറും നടക്കുക. അപ്പോൾ എക്സാം നടന്നാൽ പിന്നെ ഒരു 1 മന്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസിനെ കുറിച്ചിട്ടാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17 to 25 ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് 12th പാസ് ആയിരിക്കണം. പിന്നെ അപ്പിയറിംഗ് ആയവർക്ക് എഴുതാം. പിന്നെ 12th നിങ്ങൾക്ക് 60% PCM എന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 60% എബവ് മാർക്സ് എന്തായാലും മസ്റ്റായിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 50% മിനിമം വേണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് IMUCTന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടാണ്. ഇതൊരു 3 hour കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഇതിന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് MCQ മോഡൽ, എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. പിന്നെ IMUCTയിൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, GK ജനറൽ നോളജ് 25 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി 25 ക്വസ്റ്റ്യൻസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, പിന്നെ ഫിസിക്സ് 50, മാത്സും 50. പിന്നെ ഇത് ചോദിക്കണ ജനറൽ നോളജ് എന്ന് പറയുന്നത് ബേസിക് GK അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിക്കോളും. പിന്നെ ന്യൂസ് മാക്സിമം കാണും. അപ്പോൾ അതുകൊണ്ട് അതൊന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, textbook.com എന്നാണ് പേര്. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിലൊക്കെ നോക്കിയിട്ടായിരുന്നു, ഞാൻ അതൊക്കെ റെഫർ ചെയ്തിട്ടായിരുന്നു
ഈ IMCTയുടെ ഈ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇന്ന് ഇംഗ്ലീഷിന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ പാർട്ട് ഓഫ് സ്പീച്ച്, ഇഡിയംസ്, പിന്നെ ഫ്രേസൽ വേർബ്സ്, പിന്നെ ഒരു വേർഡ് എന്നിട്ട് മീനിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ടെൻസസും പിന്നെ സിനോണിം, ആന്റോണിം, പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കുക. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ IMCTയിൽ ഇത്തിരി കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ എത്ര പേരാണോ എക്സാം എഴുതുന്നത് അതിൻ്റെ ഒരു 50% ആൾക്കാർക്കൊക്കെയാണ് ഇതിൽ ക്വാളിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ ക്വാളിഫൈ ആയാൽ അതിൽ തന്നെ നല്ല റാങ്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ പല കോളേജസ് നോക്കുമ്പോൾ ചില കോളേജസിലൊക്കെ ഇത്ര റാങ്ക് വേണം എന്നുണ്ട്. ഇപ്പോൾ SCI എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. അത് ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് ജോബാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഹാഫ് ഗവൺമെന്റ് ജോബാണ്. അപ്പോൾ ഈ SCI കിട്ടണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 12,000 റാങ്ക് കാർഡ് വന്നേച്ചാൽ, 12,000 ബിലോ ആണ് റാങ്ക് കാർഡ് വന്നേച്ചാൽ, അതിലൊരു 1,000 ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് SCI മെയിൽ കാര്യങ്ങൾ വരും, ഇത് ജോയിൻ ചെയ്യണോ എന്ന് ചോദിച്ചിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ IMCT അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. IMCTൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അതിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എക്സാമിൻ്റെ എന്നാണ് ഏകദേശം എക്സാം നടക്കാൻ പോകുന്നത്, പിന്നെ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് IMCT എക്സാം എന്നാണെന്ന് അവർ കൺഫേം ആക്കിയാൽ അവർ അപ്ലിക്കേഷൻ ഫോം റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്താൽ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ യൂസർ നെയിം, പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യാണ്ടാവും. അപ്പോൾ അതൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് മെയിലിൽ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും, നോർമൽ ഒരു പ്രൊസീജിയറിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു 1,000 rupees പേ ചെയ്യേണ്ടി വരും IMCTക്ക്. പിന്നെ ഇപ്പോൾ OBC അതുപോലെ തന്നെ ജനറൽ ആണെങ്കിൽ 1,000, പിന്നെ SC ST ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 700 പേ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ബ്രഷ് അപ്പ് നോട്ട്സ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊക്കെ ടൈപ്പാണ് ഫിസിക്സിൽ, കെമിസ്ട്രി, മാത്സ് അതുപോലത്തെ സബ്ജക്ട്സിൽ ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് വരണതെന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല പക്ഷേ ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ Adobe Flash ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ മോഡൽ നിങ്ങൾക്കൊരു 3 hour ഒരു എക്സാം മോഡലായിട്ട് തന്നെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ഒരു 5 പേപ്പർ ഉണ്ട്. അപ്പോൾ 5 പേപ്പർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും IMCT നല്ല റാങ്ക് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനെ കുറിച്ചിട്ട് എന്താണ് സംഭവങ്ങൾ, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സാം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് അടിക്കാം, ഇഷ്ടമല്ലാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം. പിന്നെ നിങ്ങൾക്ക് സജഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഓക്കെ, ബൈ, സൈനിങ് ഓഫ്, സിഡ് നാവിഗേറ്റ്സ്.